ഹരിശ്രീ ഗണപതിയെ നമഃ. അവിഘ്നമസ്തു. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. അയോധ്യാകാന്ഡം. താർമകൾ കൺപുള്ളതത്തെ വരികെടോ താമസശീലമകറ്റേണമാശുനി. ദാമോദരൻ ചരിതാമൃതമിന്നിയുമാമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകളിൻ പല ജാതിയും. സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടീരിന. ഭാർഗവിയാകിയ ജാനകി തന്നുടെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ. ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരി പുക്ക്. താതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു ഔദജനത്തോടും ചെന്നു മഹാരാജധാനിയകം പൊക്ക്. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണഭൂഷണഭൂഷിതൻ. ചിദ്രൂപനദ്വയൻ മൃത്യുജ്ഞയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരൻ കൊടുത്തപ്പോൾ വിദ്രുമതുല്യാധരിയായ ഗൗരിയാമത്രിസുതയുമാനന്ദ വിവശയായി ഭർതൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ നാരീജനമനോ മോഹനൻ മാധവൻ. നാരദസേവിൻ നളിനാസനപ്രിയൻ താരകാരാതി നളിനശരഗുരു. നാഥൻ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ. നാളീകരണ്യവദനൻ നരകാരി നാളീകബാന്ധവ വംശസമുദ്ഭവൻ. ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ. രാക്ഷസവംശവിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ. ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ. വ്യക്തനവ്യക്തനനന്ദനനാമയൻ ശക്തിവിമുക്തൻ വിമുക്തഹൃദിസ്ഥൻ. നക്തഞ്ചരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തന്തിവം ജീവിതാവധി കേൾക്കിലും തൃപ്തിവരാമമ വേണ്ടീല മുക്തിയും. യുദ്ധം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ. സുന്ദരി കേട്ടുകൊള്ളുന്നരുൾ ചെയ്തു. എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതൻ കേശവൻ. അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗളഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദള ലോല വിലോചനൻ. നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലഗണപ്രിയൻ നിത്യൻ നിരാമയൻ. രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം. രത്നദണ്ഡം പൂണ്ട വെഞ്ചാമരം കൊണ്ടു പത്നിയാൽ വിജീതനായതി കോമളൻ
ബാലനിഷാകരഭാലദേശേന സന്മാനീയ പങ്കമലങ്കരിച്ച് അങ്ങിനെ ബാലാർത്ഥസന്നിഭ കൗസ്തുഭകന്ധരൻ പ്രാലിന്യഭാനുസമാനനയാ സമം ലീലയാ താംബൂലചർവാണധൈര്യതിവേലം വിനോദിച്ചിരുന്നരുളും നേരം. നാരദരാഘവ സംവാദം. ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ. മുഗ്ധ ശരചന്ദ്രതുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരമംബരത്തിങ്കൽ നിന്നാദരാതത്രൈവ വേഗാലവതരിച്ചിടിനാൻ. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം. നാരീമണിയായ ജാനകി തന്നോടും പാരവീണാശു നമസ്കരിച്ചിടിനാൻ. പാദ്യാസനാചമനീയാർഘൈ പൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താതിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. മന്ദൻ മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധി സാമ്പ്രതം നാനാവിഷയസംഗം പൂണ്ടു മേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനീയകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം. നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാണാൻ അവകാശവും വന്നിതു പുണ്ഡരീകോത്ഭവപുത്ര മഹാമുനേ. എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധി. എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്ക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം. മന്ദനിന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. യുദ്ധമാകർണ്യ രഘുവരൻ തന്നോട് മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തോ. എന്തിനെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർത്തേണ്ട രഘുപതി. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗപിതാവാകിയ നിങ്ങളുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിങ്ങളുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവനാദിതൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതും സംസാരി എന്നതും. ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമ ഗുണത്രയ യുക്തയായേടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം
വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു അവനേകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകിമാരാരെയും നീയുമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി, ശീതകിരണം നീ രോഹിണി ജാനകി. ആദിത്യാധിപൻ നീ ശചി ജാനകി, ജാതവേദസുതീ സ്വാഹാ മഹീസുത. അർക്കജന്യേ ദണ്ഡനീതിയും ജാനകി, രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഹാർഗതി ജാനകി, ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സംവൽക്കരി സീത, രാജരാജൻ നീ വസുന്ധര ജാനകി. രാജപ്രവര കുമാര രഘുപതി, രാജീവലോചന രാമദയാനിധി. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി, സ്വദ്രുമം നീലതാരോപിണി ജാനകി. വിസ്തരിച്ചെന്തി നീരെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിധി. യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽസർവവുമേവ നീ. ചേതോ വിമോഹനം സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീദേവിയും. നിങ്ങളിരുവരുമെന്നും മറ്റൊന്നുമെങ്ങും നീ കണ്ടില്ല, കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊൾപൂ ജഗൽപതേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നോരും നീയല്ലോ നൂനമവ്യാകൃതമായതും. പിന്നെയതിങ്കൽ നിന്നുണ്ടായി മഹത്വമെന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതി പുനരുണ്ടായി ചമഞ്ഞതും. എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിയജാല സംയുക്തമായുന്നല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും. ചൊല്ലാവതല്ലാതനാകെ വിദ്യാധ്യായ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാ ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതുമന്യൂനനാം പരം തദ്വിയുക്തൻ വിധോ. സർവപ്രപഞ്ചത്തിനും ബിംബബോധനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവാ രാജീവലോചനനാകുന്ന നിന്നല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രയെ ലയിക്കുന്നതുമൊക്കവേ നിൻ കളിയാകുന്നതൊക്കെയാക്കും വിധോ. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യു ദുഃഖാദികൾ. ത്വൽകഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമായി ഭക്തിയും. ത്വൽപാദപങ്കജ ഭക്തി മുഴക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാം മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ത്വൽഭക്തഭൃത്യഭൃത്യന്മാരിലേകനെന്നൽപജ്ഞാനമെന്നെയും കരുതീണമേ. മായായാലെന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കേണമേ.
ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്നേകതാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോ എന്നെ അനുഗ്രഹിക്കേണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നീ വണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദ ബാഷ്പ പരിപ്ലുതനേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ എവിടേക്കു ഞാൻ വന്ന കാരണമുൾപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം. മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജനായോരു ഭവാനി ദശരഥൻ രാജരക്ഷാർത്ഥം അഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരുമ്പിട്ടിരിക്കുന്നിതു നീയുമതിനനുകൂലനായി വരും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുകെന്നോടു സത്വരം ചെന്നു പറകിന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചെന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടാകായതുമൂലം കാലവിലംബനമെന്തിനെന്നല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മഫലൗഘക്ഷയം വരും നേരത്തൊഴിഞ്ഞു മാറ്റാവതെല്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണെ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടു വാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും ഒന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതൊധാനാന്വയ നാശം വരുത്തുവാൻ സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദനം നേരം. രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു. ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ. നാരദരാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതിനില്ല സംശയം. ശേഷമെന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ഉള്ളതുണ്ടു ഞാൻ. ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനേകഥാ സങ്കലിതാനന്ദമമ്മാറിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിടിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീ പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങിനെയെങ്കിലതുൾപ്പൂവിൽ ഓർത്തു നിയോഗിക്കുകയും വേണം. ഇപ്രജകൾക്കനുരാഗമവങ്കലുണ്ടിപ്പോഴും ഏറ്റമതോർത്തു കണ്ടില്ലയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം.
എന്നാൽ അവർ വരുവാൻ ആകയില്ലിനിയൊന്നു കൊണ്ടു മധു നിർണയം മാനസേ. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബത സംഭരിച്ചിടണം. രാമനോടും തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണപന്ഥികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം. ഘോരമായുള്ള പെരുമ്പരനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളീകനേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരുമന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നെ സംഭരിച്ചിടുവൻ. ചിത്തേ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു. കേൾക്ക, നാളെ പുലർക്കാലെ ചമയിച്ചു ചേർക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷി 16 പേർ നിൽക്കേണം. മത്ത ഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൾക്കൊമ്പനാരാൽ വരേണമലങ്കരിച്ചങ്കണേ. ദിവ്യനാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങളും മൂർത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജ പർണ്ണങ്ങൾ കൊണ്ടു വായ് കെട്ടി വെച്ചിടണം. പുത്തൻ പുലിത്തോൾ വരുത്തുക മോനിഹചത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമായ രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാ മുനിജനം വന്നിഹ നീക്ക കുശപാണികളായി സഭാന്തികേ. നർത്തകിമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണ മൂർത്തീശ്വരാങ്കണേ നിന്നു മനോഹരം. ഹസ്ത്യശ്വപത്തിരഥാതി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥി ഗൃഹമിത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൽ രത്നാസനവും കൊടുത്തിരുത്തേ. തഥാ പത്നിയോടും അതിഭക്ത്യാ രഘുത്തമൻ പൊൽകലശസ്ഥിത നിർമ്മലവാരിണ തൃക്കാൽ കഴുതിച്ചു പാദാക്ഷ തീർത്ഥവും ഉത്തമാംഗേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേ നടിയനദീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ. ഇന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നു തന്നിത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ട് ചൊല്ലും ഇതിപ്പോൾ നൃപാത്മജ. കൈപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർഭകവൈര്യം ധന്യനായിടിനാൻ. ദ്വൈപാദതീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നായറിഞ്ഞിരിക്കും ഇതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതു നിന്നെടോ. സാക്ഷാൽ പരബ്രഹ്മാം പരമാത്മാവ് മോക്ഷതൻ നാനാം ജഗന്മയനീശ്വരൻ. ലക്ഷ്മീ ഭഗവതിയോടും ധരണീനിക്കാലമത്ര ജനിച്ചിതു നിശ്ചയം. ദേവകാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുക്കാനും ഭക്തജനങ്ങൾക്കു മുക്തി
സത്യസിദ്ധിപ്പാനുമിത്തമവതരിച്ചീടിന ശ്രീപതി. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വിളിച്ചപ്പിടാഞ്ഞിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്യമായയാ മായാമനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവനാചാര്യനേഷന ശിക്ഷിക്ക വേണം ജഗതിത്താർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചരഞ്ഞല്ലോ ഭവാനോർക്കെ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേഷു ഗോചരനായന്തര്യാമിയായി സർവജഗത്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ. മർത്യവേക്ഷേണ ദശരഥപുത്രനായി പൃഥ്വീതലെ യോഗമായയാ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാനെന്നോട് ദാതാവു താനരുൾ ചെയ്യുകയാ. എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ. ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു. നിന്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലയോ. ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നുതുണ്ടു ഞാനിയും. യോഗേശ തേ മഹാമായാ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിക്കായമാ. ആചാര്യനിഷ്കൃതി കാമൻ ഭവാനിന്ദിരാശയം മായയാ മോഹിപ്പിയായിടമേ. സ്വൽപ്രസാംഗാൽ സർവമുക്തമിപ്പോൾ ഇതമ പ്രവക്തവ്യം മയാ രാമ. പുത്രചിൽ രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര. വന്നേനിവിടേക്കു ഞാൻ ഇന്തഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടു മുഖവാസവും ചെയ്തു മേദിനി തന്നെ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നൊരുക്കുവൻ വൈകാതെ വന്നീടുഷസ്സിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു തന്നെ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമാ. താതനെനിക്കഭിഷേകമിളമയാൽ മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവുമേ രാജഭോക്താവും നീയത്രേ. വത്സമമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊള്ളുകാശു നീ. മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനീതിനൊൾ നമ്മോടാരും. ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജീവ സംഭവ നന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ. കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. കൗസല്യയും തനയാഭൃദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണയെന്ന് ചേതസി ഭക്ത്യാ വണങ്ങി വാണിനാൾ. സത്യസന്ധൻ നപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നു കീകയപുത്രി വശഗനാകയാലാകുലമുള്ളിൽ വളരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടുകന്തികേ. കാമുകനല്ലോ ദ്രുപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമേന്തീശ്വരാ. നല്ലവണ്ണം വരുത്തേ
എന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം. രാമാഭിഷേക വിഘ്നം. വാനവരെല്ലാരുമൊത്തു നിരൂപിച്ചു, വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി, വേഗാലയോധ്യക്കെഴുന്നള്ളുക വേണം. രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാനാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ, ചെന്നുടൻ മന്ധര തന്നെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാൻ മടിക്കരുതെന്നമരന്മാർ പറഞ്ഞോരനന്തരം. വാണിയും മന്ധരതൻ വദനാന്തരേ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോടു ചൊല്ലിനാൾ. മന്ധരേ, ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമനും നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർഭിതേ, കിടന്നിപ്പോഴും നീയും നുറങ്ങിയിടുന്നറിയാതെ. ഏറിയൊരാപത്തു വന്നെടുത്തു നിനക്കാരും ഒരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്താനാളുണ്ടടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. യുദ്ധമവൾ ചൊന്നതു സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായോരു ചാമീകരനൂപരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപമുപാകതുമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാനറിഞ്ഞില്ലതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയമെന്നുള്ളിലാരോടുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമന് സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയില്ലൊട്ടുമേ ഭേദമവനിൽ ഒരിക്കലും. അശ്രാന്തമിന്നയത്രേ മണി കൂടാതെ ശുശ്രൂഷ ചെയ്തു ഞാനും പ്രീതിപൂർവകം. മൂഢേ, നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാനവകാശമായതും. സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ, ശാന്തൻ, ദയാപരൻ. ഏകയപുത്രിതൻ വാക്കുകൾ കേട്ടളവാകുല ചേതസാ പിന്നെയും ചൊല്ലിനാൾ. ആപേ മഹാഭയ കാരണം കേൾക്കനീ, ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലെ. ത്വൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിന്നാകച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇത്. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം. ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായോരു നീ. ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക
കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ. നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം സാപജ്ഞജാത പാരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴുകയിൽ നല്ലൂ മരണമതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്കനീ. ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം വത്സുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നവരുമതി പ്രൗഢകീർത്തിയ നിനക്കും വസിക്കാം ചിരം. വേനമിന്നാകിലതെന്നൊരു വായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർപ്പിക്കയാൽ മന്നവൻ ശാപബാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യസമേതം തേരിലേറിയാൽ. നിന്നോടു കൂടവേ വില്ലകം പൊക്ക് സന്നദ്ധനായി ചെന്നസുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ പതി പ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും. ശത്രുക്കളെ പഥം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരെ നിൻ തൊഴിൽ കണ്ടതി സന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും. നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ രണ്ടുവരം തരാം. നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചുകൊണ്ടാലും നീ. ഭദ്രവാക്യം കേട്ടു നീയുമന്നേരത്തു ചിത്തസംബോധം കലർന്നു ചൊല്ലിടിനാൾ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി മയാ ഗൃഹതീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികിന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മതിയാതെ. ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ. ധീരതയോടിനി ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്ക നീ. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞത് ശോഭ പൂണ്ടോരു കാർകൂന്തലഴിച്ചിട്ട് ഭൂമിനെയും പൊടി കൊണ്ടങ്ങളിന്നിഹ ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും കണ്ണുനീരാളി മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കൊണ്ടർത്ഥിച്ചു കൊള്ളുക വരദ്വയം. ഭൂപതി സത്യം പറഞ്ഞാലൂർമുറപ്പിച്ചു മാനസം. മന്ധര ചൊന്ന പോലെ അതിനേതു മുരന്തരം കൂടാതെ ചെന്നു കൈകേയും. പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹന കോപാലയെ മേവിനാൾ. കൈകേയി മന്ധരയോടു ചൊന്നാൾ, ഇനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായി പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥന്നു ഭരതനു ഭൂപതി ചെയ്താൽ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ, അതിനുള്ള സംശയം. ഏതുമിതിൻ ഒരിളക്കം വരായികയിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ യൗവണ്ണമനുഷ്ഠിച്ചു രാത്രിയും ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജ ദേശികവാക്യസ്ഥിതനായി സുശീലനായ ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നിരിക്ക
ജനനിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്കവേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തഃപുരമകം പുക്കരുളേടിനാൻ അന്നേരമാത്മപ്രിയതമയാകിയ തന്നെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചതീ ദൃശ്യം മന്ദിരം തന്നെ ഞാൻ ചെന്നുകൂടും വിധൗ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാം അവളിന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നിതുന്മേഷമെൻ മാനസേ ചൊല്ലുവിന്ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി മറ്റിങ്ങു പോയിടിനാൾ ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളിമാരും പറഞ്ഞിടിനാർ ക്രോധാലയം പ്രവേശിച്ചത് നിൻമൂലമേതുമറിഞ്ഞീല ഞങ്ങളോ മന്നവാ തത്ര ഗത്വാ നിൻ തിരുവടി ദേവി തൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം മന്ദം മന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലെന്തിതു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതന്തമോടു കിടക്കുന്നതെന്തു നീ ചെയ്തോ വിമോഹനരൂപേ ഗുണശീലി ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകെടോ മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രയം ചെയ്യുകയുമില്ല നിനക്കെടോ നാരികളോ നരന്മാരോ ഭവതിയോടൊരാരു വിപ്രിയം ചെയ്തതു വല്ലഭേ ദണ്ഡ്യനെന്നാകിലും ബധ്യനെന്നാകിലും ബന്ധമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർധനനെത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വ്യക്തേനവിനെ ഞാൻ അർത്ഥാവാനേറ്റ മനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേനെന്നും അവനെ ഞാൻ ബദ്ധ്യനെ നൂനമവധ്യനാക്കിയിടുവൻ ബദ്ധ്യനാക്കിയിടാമവധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം മൽപ്രാണനിക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗളശീലനാം ശ്രീരാമനാണ് ഞാൻ അങ്കനാരത്നമേ ചെയ്തവൻ തവ ഹിതമുങ്ങനെ ഖേദിപ്പിയായിക മാം വല്ലഭേ അങ്കനാരത്നമേ ചെയ്വൻ തവ ഹിതമിങ്ങനെ ഖേദിപ്പിയായിക മാം വല്ലഭേ ഇത്തം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുത്ഥാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താർ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നിരെങ്കിലെന്നുടെ സത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ എങ്കിലോ പണ്ടു സുരാസുരായോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനെ ഞാൻ സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വിച്ചിരിക്കുന്നു ഭവാങ്കലതു രണ്ടു നിശ്ചയുണ്ടെന്നു വാങ്ങിടുവാൻ ഭൂപതി എന്നതിലൊന്നു രാജാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കല താപസവേഷം ധരിച്ചു വനാന്തരേ കാലം 14 സംവത്സരം വാഴേണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതി
ഭൂമി പാലിപ്പാൽ ഭരതനെയാക്കണം, രാമനുഷസി വനത്തിനു പോകണം എന്നിവ രണ്ടു വരങ്ങൾ നൽകുകയുന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റദ്രിപതിച്ച പോലെ ഭുവി സജ്വര ചേതസാ വീണിതും പൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ, ദുസ്വപ്നവാഹന്ത കാൺകയോ ഞാനിഹ, ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യു സമയമുപസ്ഥിതമാകയോ. കിംകിമേതൽ കൃതം ശങ്കര ദൈവമേ പങ്കജലോചന, ഹാ പരബ്രഹ്മമേ. വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം കൊണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവമുര ചെയ്തു. എന്തേ വണ്ണം പറയുന്നതു ഭദ്രേ, നീ എന്തു നിന്നോടു പിഴച്ചതു രാഘവൻ? മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം? എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നിനുള്ളിലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാനെന്തൊരു കാരണം? നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ, രാമൻ പോകേണമെന്നുണ്ടോ? രാമനാലേതും ഭയം നിനക്കുണ്ടാകാ, ഭൂമിപതിയാൽ ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ, ഭ്രാന്തനെന്നാകയോ ഭൂമിപതി, ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ? ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരുമസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൾ. പങ്കജനേത്രനാം രാമനുഷസ്സിന് ശങ്കാവിഹീനം വനത്തിനു പോകാകിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജ ദശരഥനെത്രയും എന്നുള്ള കീർത്തിനെ സംരക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതനാ ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതി വൃഥാ മിഥ്യയാക്കിയിടുക. കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോടു വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപത്തോടു മോഹിച്ചു വീണീടിനാൻ. പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും കരഞ്ഞും പറഞ്ഞും സദാ, രാമരാമേതി രാമേതി പ്രലാപേന യാമിനി പോയതു വത്സരതുല്യയായി. ചെന്നാരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യസ്തുതി ജയശക്തീന സംഗീതഭേദങ്ങൾ എന്നിവറ്റെ കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാരന്നേരമുള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രമവരെ നിവാരണവും ചെയ്താൾ. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃഷലാദിജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുടതഴ ചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭനാദികാലങ്കാരവും വാരണവാചിരഥങ്ങൾ പദാതിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും
ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഹരിച്ചിടിനാർ. ശ്രീബാലവൃദ്ധാവതി പുരവാസികളാബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചേർത്ത് പരമാനന്ദത്തോടു മേവിനാർ. നമ്മുടെ ജീവനാം രാമകുമാരന് നിർമ്മല രത്ന കിരീടമണിഞ്ഞതി രമ്യമകരായുധ മണികുണ്ഠല സമുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീകക്ഷതലോചന ഭംഗിയും പുണ്ടരീകാരാദി മണ്ഡലതുണ്ഡവും ചന്ദ്രികാസുന്ദര മന്ദസ്മിതാഭയം കുണ്ടമുകുള സമാനദന്തങ്ങളും ബന്ധൂകസൂന സമാനാധരാഭയം കന്ധരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാഭ്രസന്നിപ പീതാംബരാഭയും പൂഞ്ചേനമീതേ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചിക്കളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കൊണ്ടു കുമ്പിട്ടു കൂപ്പിയിടുമൂരു കാണ്ഡങ്ങളും കുംഭീന്ദ്രമസ്തക സന്നിഭജാനുവും അംബോജബാണ നിഷങ്കാഭജങ്കയും കമ്പം കലർന്നു കമടപ്രവരനും കൊമ്പിടുന്നോരു പുറവടി ശോഭയും അംബോജ തുല്യമാമൃതലങ്ങളും ജംഭാരി രത്നം തുഴും തിരുമേനിയും ഹാരകടക വലയാങ്കുലിയാതി ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോടു ഗൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീ നിവാസനാം രാമചന്ദ്രൻ മുതാ കാണായി വരുന്നു നമുക്കിനിയെന്നിതും മാനസാധാരി കൊതിച്ച് നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബദനിർണയം. രാത്രിയാം രാക്ഷസി പോകുന്നതിൽ നിന്നും ചീത്ത വിഷാദമോടൗത്സുഖ്യം ഉൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാൻ നോക്കിയും പാർത്താനന്ദപൂർണ മൃതാബ്ധിയിൽ വീണുമുഴുകയും പിന്നെയും പൊങ്ങി വാങ്ങീരിനാർ പുരവാസികളാദരാ. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം.